ഇനി കത്തിയായിട്ട് അഭ്യാസത്തിന് ഒന്നാക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കാരണം കുറച്ച് നാളായി ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു. പൊട്ടറ്റോ വാങ്ങിയിട്ട് ഒരാഴ്ചയായെങ്കിലും ഇന്നാണ് എനിക്കിതിന് നേരം കിട്ടി. അങ്ങനെ പൊട്ടറ്റോ കട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒരു ലവ് പൊട്ടറ്റോ കിട്ടി. അങ്ങനെ അവിടെ അമ്മ ഒന്ന് ഇരിപ്പുണ്ടായിട്ട് അമ്മയോട് വർത്താനം പറഞ്ഞാണ് ഞാൻ ഈ പൊട്ടറ്റോ ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണൻ ഭയങ്കര ത്രില്ലിലാണ്. കാരണം കുറേ നാളിട്ട് ചോദിക്കുന്ന സാധനമാണ് ഞാൻ ഈ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആദ്യം തന്നെ പൊട്ടറ്റോ ബോയിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ വീഡിയോ നോക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ പൊട്ടറ്റോ ബോയിൽ ചെയ്യാൻ വെച്ചു. പിന്നെ സ്റ്റെയിൻ ചെയ്തിട്ട് നിതീഷേനെ വിട്ട് ഞാൻ കോൺഫ്ലവർ മേടിപ്പിച്ചു. ആ കോൺഫ്ലവർ ഞാൻ ഒരൊറ്റ തട്ട് തട്ടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ നമ്മൾ തട്ടരുത്. കാരണം തട്ടുകയിൽ ഒറ്റക്കൂടി അങ്ങോട്ട് അതിലോട്ട് വീഴും. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കണക്കിന് തട്ടി കുടഞ്ഞെടുത്ത് അങ്ങനെ പിന്നെ ഫ്രൈ ചെയ്യാൻ ചീനച്ചട്ടി വെച്ച്. ആദ്യം ഈ കുക്കിംഗ് എനിക്ക് അത്ര വലിയ താല്പര്യമുള്ള പരിപാടിയൊന്നും ആയിരുന്നില്ല. കണ്ണന് വേണ്ടി ഓരോന്ന് ഉണ്ടാക്കിയാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് ഇത്തിരി ഇൻട്രസ്റ്റൊക്കെ വന്നു തുടങ്ങിയത്. ഇപ്പോൾ പക്ഷേ അത്യാവശ്യം ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്. അങ്ങനെ എൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് പരീക്ഷണം ഇവിടെ അവസാനിക്കുന്നു. തിന്ന് നോക്കിയപ്പോൾ അത്ര വലിയ പ്രശ്നമില്ല. പക്ഷെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങണ അത്രയും ക്രിസ്പി ആയില്ലായിരുന്നു ഐറ്റം. അങ്ങനെ കണ്ണനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ കണ്ണന് ഇഷ്ടമായിരുന്നു കേട്ടോ. കണ്ണനായിട്ട് പാവന്ന് മുഴുവൻ തിന്നു. ഞാനും കഴിച്ച് നോക്കി. നോട്ട് ബാഡ്, അത്ര തന്നെ.